ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോഹയ്ക്ക് കൃപ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ നോഹയ്ക്ക് കർത്താവിന്റെ ദൃഷ്ടിയിൽ കൃപ ലഭിച്ചു. നോഹയ്ക്കും അവന്റെ കുടുംബത്തിനും കർത്താവ് കൃപയോടെ നൽകിയ നിരവധി അനുഗ്രഹങ്ങൾ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നു. ഒന്നാമതായി, അവൻ നോഹയുടെ മുഴുവൻ കുടുംബത്തിനും രക്ഷ നിയമിച്ചു. രണ്ടാമതായി, അവൻ എല്ലാ ജീവജാലങ്ങളിലും അവയെക്കുറിച്ചുള്ള ഭയം സ്ഥാപിച്ചു. മൂന്നാമതായി, അവൻ നോഹയ്ക്കും അവന്റെ കുടുംബത്തിനും സമർത്ഥമായ കൃപ നൽകി. കൃപ ഒരു അത്ഭുതകരമായ സംരക്ഷണ വേലിയാണ്. കൃപ നമ്മെ ചുറ്റിപ്പറ്റിയിരിക്കുമ്പോൾ ഭയമില്ലായ്മയും സുരക്ഷിതത്വവുമുണ്ട്. ഗോഫർ മരം കൊണ്ട് നിർമ്മിച്ച പെട്ടകം നോഹയുടെ സങ്കേതമായി മാറിയതുപോലെ ദൈവത്തിന്റെ കൃപ നമ്മുടെ ആവരണമായി മാറുന്നു. കർത്താവ് പറയുന്നത് പോലെ, പർവ്വതങ്ങൾ നീങ്ങിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, പക്ഷേ അവന്റെ ദയ നിങ്ങളെ വിട്ടു പോകുകയില്ല. എന്റെ സമാധാന ഉടമ്പടി നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിങ്ങളോട് കരുണ കാണിക്കുന്ന കർത്താവ് പറയുന്നു എന്ന് യെശയ്യാവ് 54-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. എന്നാൽ ഒരു വ്യക്തി ദൈവത്തിന്റെ കൃപയെ നിസ്സാരമായി കാണുകയും സ്വന്തം ആഗ്രഹങ്ങൾക്കനുസൃതമായി ജീവിക്കുകയും ചെയ്താൽ കർത്താവിന് ആ കൃപ പിൻവലിക്കാൻ കഴിയും. അവൻ സംരക്ഷണത്തിന്റെ വേലി നീക്കം ചെയ്തേക്കാം. അതുവഴി ആ വ്യക്തിയെ സാത്താന്റെ ആക്രമണങ്ങൾക്കും ലോകത്തിന്റെ നാശങ്ങൾക്കും ഇരയാകാം. രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടെങ്കിലും ശൗൽ കർത്താവിന്റെ വചനം നിരസിച്ചു. തൽഫലമായി കർത്താവ് തന്റെ കൃപ അവനിൽ നിന്ന് പിൻവലിച്ചു. തുടർന്നൊരു ദുഃഖകരമായ ആത്മാവ് ശൗലിനെ വേദനിപ്പിച്ചു. 2001 അമേരിക്കയുടെ അഭിമാനമായ ഇരട്ട ഗോപുരങ്ങൾ തകർന്നപ്പോൾ ആ ജനതയിൽ നിന്ന് കർത്താവ് തന്റെ കൃപ പിൻവലിക്കുകയാണോ എന്ന് പല ദേവദാസന്മാരും ചിന്തിച്ചു. എന്നിരുന്നാലും ആവർത്തിച്ചുള്ള ചുഴലിക്കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ, വെള്ളപ്പൊക്കങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ ദേശത്ത് ആഞ്ഞടിച്ചതിനു ശേഷവും തന്നിലേക്ക് മടങ്ങാനുള്ള ദൈവത്തിന്റെ മുന്നറിയിപ്പുകളായി അവ തിരിച്ചറിയാൻ പലരും പരാജയപ്പെട്ടു. വലിയ വിപത്തുകൾ സംഭവിക്കുമ്പോഴെല്ലാം ആളുകൾ സ്വയം താഴ്ത്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദുഷ്ടവഴികളിൽ നിന്ന് പിന്തിരിഞ്ഞാൽ കർത്താവ് കരുണ കാണിക്കുകയും അവൻ ഉദ്ദേശിച്ച ന്യായവിധി തടയുകയും ചെയ്യും. 1945 രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഹിരോഷിമയും നാഗസാക്കിയും തീജ്വാലകളിലും നാശങ്ങളിലും മുങ്ങി. എന്നിട്ടും ആ നാശത്തിനിടയിൽ ഒരു വീട് മാത്രം സ്പർശിക്കാതെ നിന്നു. ശാസ്ത്രജ്ഞരും സർക്കാർ അധികാരികളും അമ്പരന്നു. അന്വേഷണത്തിൽ ആ വീട്ടിൽ താമസിക്കുന്ന ക്രിസ്ത്യൻ മിഷണറിമാർ പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ വീട് രക്ഷപ്പെട്ടതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ദൈവത്തിന്റെ കൃപ. ദൈവമക്കളെ, ഈ പുതുവർഷത്തിൽ നോഹയോട് കാണിച്ച അതേ കൃപ കർത്താവ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നൽകട്ടെ. കഷ്ടതയിൽ കർത്താവ് നിങ്ങളുടെ സങ്കേതവും ശക്തിയും വളരെ അടുത്ത സഹായവുമാകട്ടെ. സങ്കീർത്തനം 46:1 കാണപ്പെടുന്നത് പോലെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 103-ാം അധ്യായം 11-ാം വാക്യം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഉൽപ്പത്തി പുസ്തകം 10, 11, 12 അധ്യായങ്ങൾ. വൈകുന്നേരം മത്തായി 4-ാം അധ്യായം. ആമേൻ.